എന്റെ ഒരു മനസ്സമാധാനത്തിനാ. ചെറിയമ്മയ്ക്ക് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? നമ്മളിവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇരുന്നാൽ ഇരിപ്പുറയ്ക്കൂ, അതുകൊണ്ട് പുറപ്പെട്ടു, അത്ര തന്നെ. അമ്മേ, ഒന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾ വിശ്വസിക്കില്ല. വിശ്വസിച്ചതിന്റെ പേരിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇനി പറ്റില്ല. അമ്മ പറയുന്നതൊക്കെ ശരിയാ. ഞാൻ നിങ്ങൾക്കൊക്കെ ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏറ്റവും അവസാനം അമ്മയ്ക്ക് അസുഖം വന്നപ്പോ അമ്മയെ ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോയി കിടത്തിയതും ഞാനാ. പക്ഷെ എനിക്കറിയില്ലായിരുന്നു അതിന്റെ തിരിച്ചടി എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന്. അമ്മ കിടന്നതുപോലെ അതേ ഔട്ട് ഹൗസിൽ ഞാനും കിടന്നു. അമ്മയ്ക്ക് ചിക്കൻ പോക്സ് ആണെന്നല്ലേ ഞാൻ എല്ലാവരോടും പറഞ്ഞത്. എനിക്ക് ചിക്കൻ പോക്സ് തന്നെ വന്നു. പകർച്ചവ്യാധിക്കാരിക്ക് കണിമംഗലത്ത് നിൽക്കാൻ അവകാശമില്ലെന്ന് സാറ വിധിച്ചു. സാറ വിധിച്ച പിന്നെ ചന്ദ്രേട്ടൻ വേറൊന്നും നോക്കില്ല. അവിടെ കിടന്ന് ചത്തുപോന്ന ഞാൻ കരുതിയ. ചത്തില്ലെന്ന് ഞാൻ ആശ്വാസത്തോടെ പറഞ്ഞു. പക്ഷേ അതേ വാക്ക് ചത്തില്ലല്ലേന്ന് ചന്ദ്രേട്ടൻ അറപ്പോട് പറയുന്നതും ഞാൻ കേട്ടു. എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞമ്മേ. എല്ലാരും തിരിഞ്ഞു കൊത്തി. എത്ര നാള് കണിമംഗലത്തുണ്ടാവൂന്നൊന്നും എനിക്കറിയില്ല. ചന്ദ്രേട്ടനായാലും സാറയ്ക്കായാലും ഞാനൊരു ബാധ്യത മാത്രമാ. ചെറിയമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? കണിമംഗലത്ത് ഒരു ഐശ്വര്യ പൂജ നടക്കുക. ഐശ്വര്യ പൂജയുടെ പ്രശ്നം ഗണിക്കാൻ വന്നപ്പോ നമ്മുടെ തുളസിത്തറയില് നീ നട്ടൊരു തുളസിച്ചെടിയില്ലേ, അത് കരിഞ്ഞു നിൽക്കുന്നത് ജോത്സ്യൻ കണ്ടു. കുടുംബത്തിന്റെ ഐശ്വര്യം നശിച്ചതിന് കാരണം അതുതന്നെയാണെന്ന് ജോത്സ്യര് പറഞ്ഞു. ഐശ്വര്യ പൂജ നടക്കുന്ന ദിവസം രാധിക അവിടെ തന്നെ ഉണ്ടാവണമെന്ന് ജോത്സ്യര് പറഞ്ഞു. അതുകൊണ്ട് മോളെ സമ്മതിപ്പിക്കാൻ വേണ്ടിയാ എന്നെ വിട്ടിരിക്കുന്നത്. ഓ, ഇപ്പൊ മനസ്സിലായി. കണിമംഗലത്തിന് ഐശ്വര്യം വരണമെങ്കിൽ ഇവിടുന്ന് രാധിക മോള അങ്ങോട്ട് വരണം. ഹാ, അതിനുള്ള നാടകമാണ് അതിനു മുമ്പ് പറഞ്ഞതൊക്കെ. അല്ലമ്മേ, കൽപ്പനയെ വിളിച്ച് ചോദിച്ചാൽ അറിയാം എന്തൊക്കെയാ അവിടെ നടക്കുന്നതെന്ന്. ഉർവശി, അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ശരി, രാധിക ഇനി അങ്ങോട്ട് പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഐശ്വര്യം ഇല്ലാത്തവളെന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടെ പുറത്താക്കിയതല്ലേ എന്റെ മോളെ. ഇനി ഐശ്വര്യക്കേട് ഒന്നും ഉണ്ടാവണ്ട. മോളെ രാധികെ, നാളത്തെ ഐശ്വര്യ പൂജയ്ക്ക് നീ വന്നില്ലെങ്കിൽ ഇന്ന് തന്നെയായിരിക്കും എന്റെ കണിമംഗലത്തുള്ള അവസാന ദിവസം. അടിച്ചിറക്കുന്നുള്ള കാര്യത്തില് ഒരു സംശയവും വേണ്ട. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. കാല് പിടിക്കുകയല്ല, കാല് നക്കേണ്ടി വന്നാലും ചെയ്യുമെന്ന് നമുക്കറിയാം. മുൻകാലത്തെ അനുഭവങ്ങൾ അങ്ങനെയല്ലേ? മുൻകാലത്തെ അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ. കണിമംഗലത്തെ ഐശ്വര്യ പൂജയിൽ ഇവിടെ നിന്ന് ആരും പങ്കെടുക്കില്ല. അതിപ്പോ ഉർവശി തിരിച്ചു ചെന്ന് പരമേശ്വരനെ കൊണ്ട് വിളിപ്പിച്ചാ പോലും പങ്കെടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മുത്തശ്ശി, വേണ്ട മോളെ, അത്യാവശ്യം മനുഷ്യനെ സഹായിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ നീ ഇപ്പൊ ചെയ്യുന്നുണ്ട്. സഹായിക്കേണ്ടത് മനുഷ്യരെയാ, മനുഷ്യരുടെ വേഷത്തിലുള്ള മൃഗങ്ങളെയല്ല. ഉർവശി പോ.
എന്റെ ഒരു മനസ്സമാധാനത്തിനാ. മുത്തശ്ശി, ചതിയല്ലാന്ന് തോന്നുന്നു. അതെ, ഈ പൂജയിലും കാര്യത്തിലും സാറയ്ക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ചില പ്രത്യേക ശക്തികളില് എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. കാരണം എന്തെന്നറിയോ, ഞാൻ പലപ്പോഴും കണക്ക് കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ കൂടി ഒഴുകുന്നത് ലക്ഷക്കണക്കിന് ആളുകളല്ലേ. എന്താണ് അവരിൽ നിന്ന് നമുക്ക് വ്യത്യാസം? ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. പഠിച്ചവരും ബിസിനസ് ചെയ്യുന്നവരും വേറെ ഒരുപാടുണ്ടല്ലോ. എന്നിട്ടും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ വിജയിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് വേണ്ടേ? ഏതെങ്കിലും ഒരു ഫോഴ്സ് കൂടെ ഉണ്ടാകണ്ടേ? വെരി ഗുഡ്. ആ, എന്തായാലും നാളെ നമ്മുടെ പൂജയാണല്ലോ. കണിമംഗലത്ത് ഐശ്വര്യം തിരിച്ചു വരുന്നത് എന്തുകൊണ്ടും നമുക്ക് ഗുണമാണ്. അതെനിക്ക് ബോധ്യമായതുകൊണ്ടാണല്ലോ പൂജയ്ക്ക് മറ്റും ഞാൻ നിർബന്ധിച്ചത്. ഉർവശി അമ്മയും രാധികയെ ക്ഷണിക്കാൻ പോയതാ. എന്തായെന്നറിയില്ല. അവര് വന്നല്ലേ പറ്റൂ. എന്തായി, അവര് നാളെ വരില്ലേ? ഇല്ല. താൻ അവരെ പോയി കണ്ടില്ലേ? കണ്ടു. അവര് വരില്ല. വാട്ട്? ഞാൻ ഒരുപാട് നിർബന്ധിച്ചു. അമ്മയാണ് തീർത്തു പറഞ്ഞത് ഒരു കാരണവശാലും വരില്ലെന്ന്. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. നാളെ പൂജ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിവിടെ എത്തിയിരിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ബലമായി പിടിച്ചുകൊണ്ടുവരാനൊന്നും എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കൽപ്പിക്കുന്നവര് പോയി വിളിച്ചോണ്ട് വാ. മിണ്ടി പോകരുത്.